15 ജനുവരി ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയിൽ 23,340 അപ്സൈഡ് ലിക്വിഡിറ്റി. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ താഴേക്കായിരിക്കും ട്രേഡ് നോക്കാം. അതുപോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 23,134 23,63. ഇതിൻ്റെ താഴേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും നോക്കുക. ഇതിൻ്റെ താഴെ വന്നാൽ തന്നെ അപ്സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി 1 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നോക്കും. ഇൻ കേസ് ഇവിടുന്ന് 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ഏരിയയിലാണെങ്കിൽ അവിടെ നിന്നാണെങ്കിലും അപ്സൈഡിലേക്കായിരിക്കും നോക്കുക. അതാണ് എൻ്റെ നാളത്തെ ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്യാപ്പിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നാളത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 49,359 മുകളിലേക്കാണ് ആദ്യം മാർക്കറ്റ് പോകുന്നതെങ്കിൽ താഴേക്കും, അതുപോലെ 48,430 താഴേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി മാർക്കറ്റ് ഇതിൻ്റെ ഗ്യാപ്പിലാണെങ്കിൽ നാളത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ഏതാണോ, ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. താങ്ക് യു.